ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടിപ്പോൾ ഉള്ള ആ ഒരു ട്രൂ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അവരുടെ നിങ്ങളോടിപ്പോൾ ഉള്ള ട്രൂ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 4 ഓഫ് കപ്സ്, ടെമ്പറൻസ്, ഏസ് ഓഫ് കപ്സ്, 6 of swords, 9 of pentacles, sun, 7 of wands, hanged man, moon energy, chariot, 2 of swords, 8 of swords and one more, the world. ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഇമോഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പ്രതിബന്ധങ്ങൾ, കുറേ മെൻ്റൽ സ്റ്റക്നെസ്, തടസ്സങ്ങൾ, കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ മുന്നിൽ കിടക്കുന്നുണ്ട്. പക്ഷേ അവരുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം നിങ്ങളോടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. അത്രയും സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു ഫ്ലോയിങ് ഓഫ് ലവ് എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും സ്നേഹം ഒരു മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പലവിധ തടസ്സങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സ്റ്റക്നെസ് ആയിട്ട് മാറുന്ന കുറേ തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അതിനകത്തുനിന്ന് ഒരു സന്തോഷം കണ്ടെത്താൻ ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി കൂടുതലും പാസ്റ്റിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു, അല്ലെങ്കിൽ കറൻ്റ്ലി വരുന്ന ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ചിലപ്പോൾ വേറെ പല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം, വേറെ പല ഓഫേഴ്സ് വരുന്നുണ്ടാവാം. പക്ഷെ അതിലൊന്നും ഈ ഒരു പേഴ്സൺ ഇൻട്രസ്റ്റഡ് അല്ല. അവരുടെ തോട്ടെന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പാസ്റ്റിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിലും ആ ഒരു പേഴ്സൺ സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കാം ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് താഴെ വെച്ച് പോയൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് അവരുടെ ലൈഫിൽ നിലനിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, സ്റ്റക്നെസ് എനർജീസ് നമുക്ക് കുറേ ആയിട്ട് കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഹാങ്ഡ് മാൻ എനർജി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, മൂൺ എനർജി കയറി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരുപാട് സ്ട്രഗിൾസ്, അല്ലെങ്കിൽ തടസ്സങ്ങൾ. ചിലപ്പോൾ ചില തടസ്സങ്ങൾ എന്ന് പറയുന്നത് അവനവനായിട്ട് തന്നെ മനസ്സിനകത്തുള്ള നമ്മളുടെ പേടി, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആങ്സൈറ്റി, ഫിയർ ഒക്കെ നമ്മളുടെ ലൈഫിൽ തടസ്സമായിട്ട് വരാറുണ്ട്. നമ്മൾ ചിന്തിച്ച് കൂട്ടുക, അല്ലെങ്കിൽ നമ്മൾ ചില സിറ്റുവേഷൻ ചിന്തിച്ച് കാടുകയറുക എന്നൊക്കെ പറയില്ല, അങ്ങനെ നമ്മൾ തന്നെയും ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലുണ്ട്. എങ്കിലും അവരാഗ്രഹിക്കുന്നത്, ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്ന് ബാലൻസ് ചെയ്ത് അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നെങ്കിൽ, എല്ലാം ഒന്ന് ഹാപ്പി ആയിട്ട് വരാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇത് എത്ര ഹാപ്പി ആയിരുന്നു പാസ്റ്റിൽ, ഈ ഒരു റിലേഷൻഷിപ്പ് എത്ര ഹാപ്പി ആയിരുന്നു എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ ഒരുപാട് ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നെന്ന് വരാം. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻസ്, കാര്യങ്ങൾ, എല്ലാ കെട്ടുപാടുകളോ, അല്ലെങ്കിൽ എന്താണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്, ആ കാര്യങ്ങൾ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അവരൊന്ന് ഹീലായിട്ട് അതെല്ലാം
ഇട്ടെറിഞ്ഞ് നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൺ എനർജി കാണാം. സൺ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പ്രതീക്ഷയാണ്, ഒരു ഹോപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം അവരുടെ ലൈഫിൽ അങ്ങനെയുള്ള ഒരു വെളിച്ചം ഉണ്ടാവണമെങ്കിൽ നിങ്ങളും കൂടി വേണം എന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ അവരുടെ ഒരു ലൈഫിൽ വലിയ സന്തോഷം കണ്ടെത്താൻ പറ്റാത്തതും പാസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരണം എന്നുള്ളൊരു ചിന്താഗതി കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ചില പ്രശ്നങ്ങളും അവരെ കുരുക്കിയിടുന്നുണ്ട്. ഇതിലേക്ക് അവർ വരാനായിട്ട് മനസ്സുകൊണ്ട് ഓരോ പ്രാവശ്യം തയ്യാറെടുക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അത്രയും തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴായിരിക്കാം നമ്മളുടെ കാലിൽ ചില ചങ്ങല വന്ന് വീഴുക എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ അവരെ ബന്ധിപ്പിച്ച് നിർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർക്ക് കൺഫ്യൂസ്ഡ് ആക്കി മാറ്റുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചിലർക്ക് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തീർത്തും സെപ്പറേഷനിൽ പോകുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ചിലരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ടാവാം. ബ്രേക്കപ്പ് ആയവരായിരിക്കാം. ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ വരുന്നവർ വളരെ കുറച്ചായിരിക്കാം. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഒരു പേഴ്സൻ്റെ കറൻലി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് മുൻപും ഈ ഒരു പേഴ്സൺ ഇതേ ഒരു ഇമോഷൻസ് അറ്റാച്ച്മെൻറ്റ് നിങ്ങളോട് തോന്നിയിരുന്നോ എന്നുള്ളത് അറിയില്ലെങ്കിലും ഇത്രയും സ്നേഹം മനസ്സിനകത്ത് ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നിമിഷം കൊണ്ട് പൊട്ടിമുളയ്ക്കുന്ന കാര്യമല്ല. അത് നമ്മളുടെ മനസ്സിൽ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു സ്ഥായി ആയിട്ടുള്ള ഭാവമാണ്. അതവിടെ ഏഹ്, നമ്മുടെ ലൈഫിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അത് പെട്ടെന്ന് അങ്ങനെ പോയി പോകുന്ന ഒരു സംഭവമൊന്നുമല്ല. ജീവിതത്തിൽ ചിലപ്പോൾ പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ കയറി വന്നു കഴിഞ്ഞാലും ഒരു വ്യക്തിയോട് അത്രയും ഒരു സ്നേഹം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കാണും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും പാസ്റ്റിൽ ചിലപ്പോൾ ഇതിനകത്തുള്ള വേറെ പല ഇമോഷൻസും ഇല്ലാതിരിക്കാം. അല്ലെങ്കിൽ ഇതിനേക്കാളും ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തീവ്രമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് ചിലർക്കെങ്കിലും ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോയിട്ടുണ്ടാവാം എന്ന് പറയുന്നത്. കാരണം അത്രയും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചൊന്ന് വശം കിടമ്പോൾ ഒന്ന് സംസാരിക്കണം, ഒന്ന് മിണ്ടണം എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ വന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ അത് കുറച്ച് വ്യക്തികൾക്ക് അങ്ങനെ കാണുള്ളൂ. കാരണം ഇവിടെ കറൻലി ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മളിവിടെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ, ഒരു ലൈഫിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയെല്ലാം ഈ ഒരു പേഴ്സണൽ ലൈഫിൽ ഉണ്ടാവാം. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആ ഒരു ഹാങ്ഡ് മാൻ എനർജി, അതുപോലെ തന്നെ മൂൺ എനർജി, ടു ഓഫ് സോട്സ് എനർജി, എയ്റ്റ് ഓഫ് സോട്സ് എനർജി, ഇതെല്ലാം ആ ഒരു പേഴ്സൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടും ചില കാര്യങ്ങൾ നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നടത്താൻ പറ്റാണ്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ അവസ്ഥ ലൈഫിൽ ഉണ്ടാവാറുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ സാഹചര്യം അതിന് നമ്മളെ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള വേറെ വ്യക്തികൾ അതിനെ സമ്മതിക്കുന്നില്ല. നമ്മളുടെ ബന്ധങ്ങൾ, നമ്മളുടെ കടപ്പാടുകൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചിലപ്പോൾ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ വരും. അപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് മാത്രമല്ല, പല കാര്യങ്ങളിലും ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് മുന്നിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ചില സ്ത്രീകളെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വിവാഹം വരെ ഒരുപാട് കഴിവുകളും അല്ലെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും. പക്ഷെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടേതായിട്ടുള്ള ആ ഒരു ലോകത്തിലേക്ക് ഒതുങ്ങിപ്പോവും. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ഒക്കെ ഉള്ള പേഴ്സൺസ് ആയിരിക്കാം. അതെല്ലാം അവരവിടെ മുരടിപ്പിച്ച് കളയാണ്. അവരുടെ കുടുംബം, അല്ലെങ്കിൽ ആ ഒരു ലൈഫിന് വേണ്ടിയിട്ട് അവർ പലതും വേണ്ടാന്ന് വെക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളായിരിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു സാക്രിഫൈസ് ആവാം, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹം മനസ്സിനകത്ത് തോന്നുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരാനുള്ള ചില പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ. അപ്പോൾ ഇവിടെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഡിഫെൻസ് ചെയ്യാമെന്നും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സമുണ്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കെതിരെ തടസ്സമായിട്ട് നിൽക്കുന്നത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നൊരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അത്. അപ്പോൾ അതെല്ലാം ഞാൻ എല്ലാ തടസ്സങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളും ഞാൻ മറികടന്ന് വരും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും തളർന്നു പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, ആ ഒരു പേഴ്സണെ സ്നേഹിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്ണറെ കൂടെ കൂട്ടാനോ ഒക്കെ യാതൊരു തടസ്സങ്ങളും ഇല്ലാത്ത വ്യക്തികളുണ്ട്. പക്ഷെ അവരുടെ ഒരു കയ്യിലിരിപ്പുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സ്വയം മറ്റ് റിലേഷൻഷിപ്പിനകത്ത് പോകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് സ്വയം കാലെടുത്ത് വെച്ച് പോകുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വരാതെ മടിഞ്ഞിരിക്കുന്ന വ്യക്തികളുണ്ട്. ഈഗോ കാരണം വരാതിരിക്കുന്നവരുണ്ട്. ഇവിടെ നമ്മൾ അങ്ങനെയുള്ള പാസ്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മറ്റുള്ള സിറ്റുവേഷനോ ഒന്നും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടെയുള്ള ആ ഒരു ഇമോഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു പേഴ്സണെ ചങ്ങലക്കിടുന്നത് വേറെ പല കാര്യങ്ങളുമാണ്. അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടും ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതായത് ഒരു ഇവിടെ നമുക്ക് ആ ഒരു മൂൺ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇടയിൽ പെട്ടു പോകുന്ന ഒരവസ്ഥ. ചെകുത്താനും കടലിനും നടുക്കെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എന്ത് ചെയ്യണം എന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥ. ചില സമയത്ത് പോസിറ്റീവായിട്ട് തോന്നുക, ചില സമയത്ത് നെഗറ്റീവായിട്ട് വരിക. ഈ പറഞ്ഞതുപോലെ തന്നെ ആകെ ഒരു ബന്ധനത്തിൽ പെട്ടതുപോലെയുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴായിക്കോട്ടെ ആ ഒരു ആങ്സൈറ്റി, ടെൻഷൻ, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറി വരിക. ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഇവിടെയും നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ടു ഓഫ് സോർട്സ് എനർജിയാണ്. അതൊരു ഇൻഡിസിഷൻ എനർജിയാണ്. ഒരു ചോയ്സ് ഓഫ് ടു എന്നുള്ളൊരു എനർജിയാണ്. എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു തിരിച്ചറിവില്ല. കണ്ണ് കെട്ടി വിട്ട ഒരവസ്ഥയിലാണ്.
അപ്പോൾ അത്രയും ആഗ്രഹം ഉണ്ടായിട്ട് പോലും ഈ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ സ്റ്റക്കാക്കി നിർത്തുന്നുണ്ട്. എത്ര പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും നമുക്കിവിടെ ഓരോ എനർജിയും ഇടയിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെ ആ ഒരു പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ അത്രയും ഒന്ന് സ്റ്റക്ക് ആകുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ വേറെ ചില കാര്യങ്ങൾ കൊണ്ട് വീണ്ടും അവിടെ സ്റ്റോപ്പായി പോകുന്നൊരവസ്ഥ. അപ്പോൾ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ട് മുന്നിലേക്ക് കുതിക്കുന്ന ഒരു എനർജിയാണത്. അപ്പോൾ അതിനുശേഷം തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം 2 ഓഫ് സോർട്സ് ആൻഡ് 8 ഓഫ് സോർട്സ് എനർജിയാണ്. വീണ്ടും എന്തിനകത്തൊക്കെയോ പെട്ടുപോയി. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ഈ ചാരിയറ്റ് എനർജി എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തൊക്കെ തടസ്സങ്ങൾ വഴിയിലുണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ സ്വന്തം അഭിരുചിക്കനുസരിച്ച് പാഞ്ഞു പോകുന്ന ഒരു എനർജിയാണ്. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം വെട്ടിമാറ്റി സ്വന്തം ഫോക്കസ്, സ്വന്തം ലക്ഷ്യത്തിന് വേണ്ടി പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളാണ്. അതിലേക്ക് വരാനായിട്ട് അവർ അത്രയും സ്ട്രെങ്തോട് കൂടി, അല്ലെങ്കിൽ അവരെ അവരെ നിങ്ങളിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, തടസ്സങ്ങൾ എന്താണോ, അതെല്ലാം വെട്ടിമാറ്റി ഞാനൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് മുന്നിലേക്ക് വരാനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും പിന്നെയും അവർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പെട്ടുപോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്, അപ്പോൾ നിങ്ങളിലേക്ക് അവർ വന്നു കഴിഞ്ഞാൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന ഇന്ന ആൾക്കാരെ ഞാൻ വേദനിപ്പിക്കേണ്ടതായിട്ട് വരുമല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫിൽ ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടായെന്ന് വരാം. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പേർക്കും തോന്നുക ഈ ഒരു പേഴ്സൺ ഒരു ഇമോഷൻസും അല്ലെങ്കിൽ ഒരു സ്നേഹവും കാണിക്കുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കാം. കാരണം ഇവിടെ ഇവരെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെക്കേണ്ടുന്ന ഒരു നിർബന്ധിതമായിട്ടുള്ള സാഹചര്യത്തിലുള്ളത് കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു നിറഞ്ഞ സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സമയം അല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റാത്തത്. ചിലരാണെന്നുണ്ടെങ്കിൽ അറിയാമായിരിക്കും ഇതിനകത്തുള്ള തേർഡ് പാർട്ടി ആരാണ്, അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സണ് സ്നേഹം ഉണ്ടായിട്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്തതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം. അപ്പോൾ ഇത് ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഇമോഷൻസ് എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഇപ്പോൾ നോ കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന് മുൻപും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കളയാമെന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ അപ്പോൾ തന്നെയുള്ള വേറെ ചില തോട്ട്സ്, നെഗറ്റീവായിട്ടുള്ള അവരുടെ ഒരു ഇമോഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ ആ ആഗ്രഹം ഉള്ളിൽ ഒതുക്കി മറ്റൊരു വഴിക്ക് പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അതായത് അവർക്ക് എല്ലാ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ പോലും ചില സമയത്ത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു എനർജിയിലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അത്രയും ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും. മാനസികമായിട്ട് നിങ്ങൾ തമ്മിൽ അത്രയും അകന്നു പോയിട്ടുണ്ടാവും. മാനസികമായിട്ട് അകലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യം കൊണ്ട്, അല്ലെങ്കിൽ ഇനി വരുമോ ഇല്ലയോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇനി എനിക്കിതിലേക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ മനസ്സിൽ സ്നേഹം സൂക്ഷിച്ച് അകന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ തികച്ചും അന്യരായിട്ട് മാറിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇവരുടെ ഒരു വേൾഡ് എന്ന് ഇവർ വേൾഡായിട്ട് കാണുന്നത് നിങ്ങളെയാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ്, അവരുടെ ഈ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അതിനൊരു പൂർണ്ണത എന്നാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഈ ഒരു വ്യക്തിയും കൂടി ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എന്തൊക്കെ സംഭവങ്ങൾ കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ഓഫേഴ്സ്, അല്ലെങ്കിൽ വേറെ വേറെ സന്തോഷങ്ങളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും അത് ഇന്ന പേഴ്സണോട് കൂടി ഷെയർ ചെയ്ത്, അല്ലെങ്കിൽ അവരോടും കൂടി ആ ഒരു സന്തോഷം പങ്കിടുമ്പോഴാണ് എനിക്കതിൻ്റെ ഒരു സംതൃപ്തി കിട്ടുക എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾ കൂടി വേണം എന്നുള്ള ഒരു ചിന്താഗതി നമുക്കിവിടെ കാണാം. ഇനി അതുപോലെ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ്. അവർ മറ്റ് പല സാഹചര്യത്തിൽ പെട്ടുപോയി, അല്ലെങ്കിൽ അതിനകത്ത് കെട്ടുപാടുകളിൽ പിണഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈക്കിൾ അവസാനിക്കാൻ ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യമൊക്കെ മാറി വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോയാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ഓവറോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹം മനസ്സിലുണ്ടായിട്ടും ചില തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും കെട്ടുപാടുകളും കൊണ്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ ഇതിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആ ഒരു പേഴ്സൺ വേറെ പല കാര്യങ്ങളും ഓർത്ത് തളർന്നിരുന്ന് പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ ഇല്ലയോ എന്നുള്ളത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണോ അല്ലോ എന്നുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്, നമ്പർ 20,
ഫെബ്രുവരി മന്ത്, പുണർദം നക്ഷത്രം, ലെറ്റർ എൻ. ഏപ്രിൽ മന്ത്, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, തിരുവോണം നക്ഷത്രം, ലെറ്റർ എച്ച്, കൊല്ലം ഡിസ്ട്രിക്റ്റ്, നമ്പർ 5, മാർച്ച് മന്ത്, Libra zodiac sign, number 14, number 330, Kasargod, Sagittarius zodiac sign, Pooradam nakshatram, letter A, January month, number 8, Uttaram nakshatram, Aquarius zodiac sign, number 17, ചോതി നക്ഷത്രം. ക്യാമറ പെട്ടെന്ന് താഴെ പോയതാണ് കേട്ടോ. പാലക്കാട്, നമ്പർ 16 ആൻഡ് ലെറ്റർ Y. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇമോഷൻസ്, ഫീലിങ്സ്, കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് തേർഡ് പാർട്ടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് പോകാത്തതെങ്കിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി റിമൂവ് ആയി സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.